ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് നമുക്കറിയാം SCERT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ വരുന്ന ഓരോ കോളങ്ങളും. ഇപ്പോൾ സാധാരണഗതിയിൽ PSC സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് SCERTയിലുള്ള കോളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ തയ്യാറാക്കുന്നത്. ആ കോളത്തിലുള്ള അതേ വേർഡ്സ് അങ്ങനെ തന്നെ കൊടുക്കുന്ന ഒരുപാട് പരീക്ഷകൾ, ഏകദേശം ഒരു 95% PSC പരീക്ഷയിലും SCERT ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 95% ക്വസ്റ്റ്യൻസും വരുന്നത് ഈ കോളത്തിൽ നിന്നാണ്. അപ്പോൾ ഈ SCERT കോളങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സീരീസ് തുടങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്നു മുതൽ SCERTയുടെ എല്ലാ കോളങ്ങളും, അതായത് സയൻസ്, സോഷ്യൽ, കംപ്ലീറ്റ് കോളത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നിലവിലിപ്പോൾ PSC ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകളുടെ സീരീസും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത്, ഇതിൽ സയൻസും സോഷ്യലൊക്കെ മിക്സ് ആയിട്ടാണ് വരിക കേട്ടോ. ആദ്യം നോക്കുന്നത് കാർഷിക കാലങ്ങളാണ്. നമുക്കറിയാം PSC വർഷങ്ങളായി ചോദിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക കാലങ്ങൾ. ആദ്യം ഖാരിഫ് വിള വിളയിറക്കൽ കാലം ഏതാണ്? ജൂൺ മാസത്തിലാണ്. മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ് വിളയിറക്കുന്നത്. വിളവെടുപ്പോ നവംബറിൻ്റെ ആദ്യ വാരത്തിലാണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്നത്, മൺസൂണിൻ്റെ അവസാനം. പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? SCERT കൊടുത്തിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. വേറെയും ഖാരിഫ് വിള വേറെയുണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നോക്കിയിട്ട് ഒന്ന് പഠിക്കുക. കാരണം ഞാൻ അങ്ങനെ തപ്പാൻ പോയാൽ ഈ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും. പ്രധാനപ്പെട്ട ഖാരിഫ് വിളയാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, അതേപോലെ ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട SCERT കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, അതേപോലെ ചണം, കരിമ്പ്, നിലക്കടല. അടുത്തത് ഏതാണ്? റാബി വിളയാണ്. റാബി വിള നവംബറിൻ്റെ മധ്യത്തിലാണ് ഇത് വിളയിറക്കുന്നത്. അതായത് ശൈത്യകാലാരംഭത്തിലാണ് റാബി വിളയിറക്കുന്നത്. വിളവെടുക്കുന്നതോ മാർച്ചിലാണ്. വേനലിൻ്റെ ആരംഭത്തിലാണ് റാബി വിളവെടുപ്പ്. റാബി വിളയിൽ ഉൾപ്പെടുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ SCERT കൊടുത്തിട്ടുള്ള റാബി വിളയിലെ പ്രധാനപ്പെട്ട വിളകളാണ് ഏതൊക്കെ? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. അടുത്തതായിട്ട് സെയ്ദ് വിളയാണ്. വേനലിൻ്റെ ആരംഭത്തിലാണ്, അതായത് മാർച്ച് മാസം വേനലിൻ്റെ ആരംഭത്തിലാണ് സെയ്ദ് വിളയിറക്കുന്നത്. വിളവെടുക്കുന്നതോ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളവെടുക്കുന്നത്. അതായത് വിളയിറക്കുന്ന കാലം വേനലിൻ്റെ ആരംഭവും വിളവെടുപ്പ് കാലം മൺസൂണിൻ്റെ ആരംഭവുമാണ്. മാസം ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച്, ജൂൺ. സെയ്ദ് വിളയിൽ ഉൾപ്പെടുന്നത് പഴവർഗ്ഗങ്ങൾ, അതേപോലെ പച്ചക്കറികളാണ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളാണ് സെയ്ദിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത്രയായില്ലേ? അടുത്തത് ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ തിനവിളകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവയൊക്കെയാണ് തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. അടുത്തത് നദികളെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. ആദ്യം മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മൈക്കല നിരകളിൽ നിന്നാണ്. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഏകദേശം നീളം എത്രയാണ്? 857 കിലോമീറ്ററാണ്. മഹാനദിയുടെ ഏകദേശം നീളം എത്രയാണ്? 857 കിലോമീറ്ററാണ്. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ലാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ.
അടുത്തത് ഗോദാവരിയാണ്. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ്. അതായത് പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത്. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, അതേപോലെ ശബരി, ഗോദാവരി, ശബരി, ഇന്ദ്രാവതി, ഇന്ദ്ര, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി. അടുത്തത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ, പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്ന്, അതായത് പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ നദി. 1400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഭീമ, തുംഗഭദ്ര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത് കാവേരി നദിയാണ്. കാവേരി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കർണാടകം സംസ്ഥാനം ചോദിച്ചാൽ കർണാടകം. 800 കിലോമീറ്ററാണ് കാവേരി നദിയുടെ ഏകദേശ നീളം. കബനി, അമരാവതിയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ കാവേരി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 800 കിലോമീറ്ററാണ് കാവേരി നദിയുടെ നീളം എന്ന് പറയുന്നത്. കബനി, അമരാവതിയാണ് കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത് നർമ്മദയാണ്. മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. 1312 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നർമ്മദ നദിയുടെ നീളം എത്രയാണ്? 1312, 1312. 1312 നർമ്മദ നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത്. ഹിരൺ, ബെഞ്ചൻ എന്നിവയാണ് നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഹിരൺ, ബെഞ്ചൻ എന്നിവയാണ് നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത് താപ്തിയാണ്. മുൻതായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലാണ് മുൻതായി പീഠഭൂമി. താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൻതായി പീഠഭൂമിയിൽ നിന്നാണ്. ഏകദേശം 724 കിലോമീറ്ററാണ് താപ്തി നദിയുടെ നീളം. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ആനർ, ഗിർണ. അപ്പോൾ താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൻതായി പീഠഭൂമിയിൽ നിന്നാണ്. ഏകദേശം 724 കിലോമീറ്ററാണ് ഇതിൻ്റെ ഏകദേശം നീളം. ആനർ, ഗിർണ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. മഹാനദി മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 857 കിലോമീറ്ററാണ്. ഇബ്ബ് ടെല്ലാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അതുപോലെ ഗോദാവരി പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ ഏകദേശ നീളം. ഗോദാവരി, ഇന്ദ്രാവതി, ശബരി. അടുത്തത് കൃഷ്ണ നദിയാണ്. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണിത്, കൃഷ്ണ നദി. 1400 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ നീളം. അതുപോലെ ഭീമ, തുംഗഭദ്ര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത് കാവേരി നദിയാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ടൊരു നദിയാണ് കാവേരി നദി. കർണാടകത്തിലാണ്. അതേപോലെ 800 കിലോമീറ്ററാണ് കാവേരി നദിയുടെ ഏകദേശ നീളം. കബനി, അമരാവതി എന്നിവയാണ് പോഷക നദികൾ. അടുത്തത് നർമ്മദയാണ്. മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ നദി. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. 1312 കിലോമീറ്ററാണ് നർമ്മദയുടെ ഏകദേശം നീളം. ഹിരൺ, ബെഞ്ചൻ എന്നിവയാണ് നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത് താപ്തി നദിയാണ്. മുൻതായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി. മഹാരാഷ്ട്രയിലെ ബൈത്തുൽ ജില്ല മുൻതായി പീഠഭൂമി. താപ്തി മുൻതായി പീഠഭൂമി. ഏകദേശം 724 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ആനർ, ഗിർണ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത്
നദികൾ മെനഞ്ഞ സമതലങ്ങൾ എന്ന ഒരു ടോപ്പിക്കാണ്. ഏതേതു നദികളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമുദ്രത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് ഏതേതു നദികളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമുദ്രത്തിലെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സമുദ്രത്തിൻ്റെ പേരും പിന്നെ ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികളുമാണ് ഇവിടെ 2 കോളായിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് പഞ്ചാബ് ഹരിയാന സമതലം. സിന്ധുവും പോഷക നദികളും ചേർന്ന് രൂപീകരിച്ച സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. അടുത്തത് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങളാണ്. ലൂണി, സരസ്വതി നദികൾ ചേർന്ന് രൂപീകൃതമായതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ. അടുത്തത് ഗംഗാ സമതലം, ഗംഗയും പോഷക നദികളും. അതുപോലെ ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും പോഷക, അതൊക്കെ സിമ്പിളാണ്. അപ്പം പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം ലൂണി, സരസ്വതി നദികൾ, അതേപോലെ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും, അതുപോലെ ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്ന് രൂപീകൃതമായതാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹിമാലയൻ നദികളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 2880 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം. സിന്ധു നദിയുടെ ഏകദേശ നീളം എത്രയാണ്? 2880 ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് ചലം നദി മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാലും പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയൊക്കെയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഏതൊക്കെയാണ്? ചലം, അതേപോലെ ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതൊക്കെ ഒരു കോഡാക്കി പഠിക്കുക കേട്ടോ. എന്നിവയൊക്കെയാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിന്ധു ഒഴുകുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആദ്യം ലഡാക്ക് വഴിയും പിന്നീട് പാക്ക് കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ സ്ഥലമായ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് സിന്ധു ഒഴുകുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനമായിട്ട്, അതായത് ലഡാക്ക് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ ഒഴുകുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇത് എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. അപ്പം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു നദിയാണ്. സിന്ധു നദിയാണ്. അങ്ങനെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഗംഗ എവിടെ നിന്നാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഏകദേശം 2500 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് യമുന മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോൺ, രാംഗംഗ, ഗോമതി, ഗാഗ്ര, കോസി, ഗണ്ഡക് എന്നിവയൊക്കെയാണ് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ഏകദേശം 2500 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത്. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, സോണ്, രാംഗംഗ, ഗോമതി, ഗാഗ്ര, കോസി, ഗണ്ഡക്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്? ഉത്തരാഖണ്ഡ്, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഡൽഹി എന്നീ 11 സംസ്ഥാനങ്ങളിലാണ് ഗംഗ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്,
ഹരിയാന, യു പി, അതേപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, പഞ്ചാബ്, ഡൽഹി എന്നീ 11 സംസ്ഥാനങ്ങളിലാണ് ഗംഗ ഒഴുകുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് പതിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് എത്തിച്ചേരുന്നത്. അടുത്തത് ബ്രഹ്മപുത്ര നദിയാണ്. ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഏകദേശം 2900 കിലോമീറ്റർ ഇത് ഒഴുകുന്നുണ്ട്. ഇന്ത്യയിൽ ബ്രഹ്മപുത്രയുടെ നീളം എത്രയാണ്? 725 ഇന്ത്യയിൽ ബ്രഹ്മപുത്രയുടെ നീളം എത്രയാണ്? 725 കിലോമീറ്ററാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് തിസ്ത മാത്രമാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട പോഷക നദികൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് തിസ്ത മാത്രമാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ വേറെ ഏതൊക്കെയാണ് വരുന്നത്? ലോഹിത്, ദിബാങ്, സുബൻസിരി, ധൻസിരി, അതേപോലെ കോപിലി, ടീസ്റ്റ, കമോങ്, മാനസ്, ടോസ, റഡക്ക്, ജൽതക, സങ്കോഷ്, അതേപോലെ ഗദാധർ എന്ന് പറയുന്ന ഇത്രയും നദികളാണ് ബ്രഹ്മപുത്ര പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ലോഹിത്, ദിബാങ്, സുബൻസിരി, ധൻസിരി, കോബിലി, ടീസ്റ്റ, കമോങ്, മാനസ്, അതേപോലെ ടോർസ, റഡക്ക്, ജൽദ, സങ്കോഷ്, ഗദാധർ എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചാണ്. അത് 4 ചുരങ്ങൾ. ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിക്കുന്നു. ലിപുലേഖ്, ലിപ്പു എന്ന് പറയുമ്പോൾ വരുമല്ലോ, അപ്പോൾ ഉത്തരാഖണ്ഡ്. ലിപുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിബ്ഖില എന്ന് വായിക്കാതെ ഷിബ്ഹില എന്ന് വായിച്ചാൽ ഷിബ്ഖില ഹിമാചൽ പ്രദേശ് എന്ന് കിട്ടും. അപ്പോൾ ഷിബ്ഹില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഷിബ്ഹില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. അടുത്തത് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അടുത്ത നാഥുല ചുരമാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അപ്പോൾ പ്രധാനപ്പെട്ട 4 ചുരങ്ങളാണ് SCRT കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും പഠിച്ചു വെക്കുക, മാറിപ്പോകരുത്. ലിപുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിബ്ഹില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. അതേപോലെ സോജില ശ്രീനഗർ, കാർഗിൽ. അതേപോലെ നാഥുല സിക്കിം, ടിബറ്റ്. അടുത്തത് ഉത്തരപർവ്വത മേഖലകൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ വരുന്നതോ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതേപോലെ കിഴക്കൻ മലനിരകൾ അതിൽ വരുന്ന ഏതൊക്കെയാണ്? പാത്കായിബൂം, നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. അപ്പോൾ ഉത്തരപർവ്വത മേഖലകളിൽ 3ആയി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, അതുപോലെ കിഴക്കൻ മലനിരകളാണ്. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയം ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതുപോലെ കിഴക്കൻ മലനിരകൾ പാത്കായിബും, നാഗാ കുന്നുകൾ. അതേപോലെ ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, പിന്നെ മീസോ കുന്നുകൾ. ഇത്രയുമാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് VP മേനോൻ. നമ്മളൊരു 80% ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും VP മേനോൻ, സർദാർ KM പണിക്കർ ഇവരുടെ എന്തെങ്കിലും ഒരു ചോദ്യം ഇല്ലാതെ പോവില്ല. VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഈ പോയിൻ്റൊക്കെ ഓർത്ത് വെക്കുക. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ
ഏൽപ്പിച്ചു. സർദാർ പട്ടേലും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കു വഹിച്ചു. അപ്പം ഈ പോയിന്റ് ഓർത്ത് വെക്കുക. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കു വഹിച്ചു അദ്ദേഹം. 1952 ഒറീസയിൽ ഗവർണറായി. 1952 ഒറീസയിൽ ഗവർണറായി. ദി ട്രാൻസ്ഫർ ഓഫ് ദി പവർ ഇൻ ഇന്ത്യ എന്ന ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. ഇതൊക്കെയാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. അപ്പോൾ പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. അതേപോലെ സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി. അതുപോലെ എന്താണ്, അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും അതേപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. അടുത്തൊരു ഭാഗമാണ് രാജ്യം, അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷങ്ങളും. ഏതൊക്കെയാണ്? ഫ്രാൻസ് അധിനിവേശ പ്രദേശം ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, ആനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954 ഈ സ്ഥലങ്ങളൊക്കെ, ഈ അധിനിവേശ പ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഫ്രാൻസ്, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം 1954. ഇനി പോർച്ചുഗലിൽ ഗോവ, ദാമൻ ദിയു 1961. പോർച്ചുഗലിൽ അധിനിവേശ പ്രദേശം ഏതാണ്? ഗോവ, ദാമൻ ദിയു. അതേപോലെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ. ഇത് ഒരു കോഡായി ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം ഭിലായി സോവിയറ്റ് യൂണിയൻ, അത് ബിച്ചാറ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബിച്ചാറ. ഭിലായി, ഭിലായി. ഛത്തീസ്ഗഡ്. അതേപോലെ റഷ്യ, അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബിച്ചാറ, ഭിലായി, ഛത്തീസ്ഗഡ്, സോവിയറ്റ് യൂണിയൻ. പിന്നെ എന്താ അടുത്ത? ബൊക്കാറോ. ഇത് ഇങ്ങനെ ഓർത്താൽ മതി. ബോജാറ, ബൊക്കാറോ, ജാർഖണ്ഡ്. അതുപോലെ സഹായം നൽകിയ രാഷ്ട്രം ഏതാണ്? സോവിയറ്റ് യൂണിയനാണ്, അതായത് റഷ്യയാണ്. അടുത്തത് ഏതാണ്? റൂർക്കല, ഒറീസ, ജർമ്മനി. അടുത്തത് ദുർഗാപൂരാണ്. ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. ദുപ്പബ്രി. ഈ കോഡ് എഴുതി വെച്ചോ. ഞാൻ ഒന്നുകൂടെ പറയാം. ഭിലായി, ബിച്ചാറ, അതായത് ഭിലായി. ഛത്തീസ്ഗഡ്, അതായത് ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ആ നടുവിൽ പറയുന്നത്. ഛത്തീസ്ഗഡ്. അതേപോലെ ബിച്ചാറ, റഷ്യ, സോവിയറ്റ് യൂണിയൻ. ഇനി ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. റൂർക്കേല, അതുപോലെ ഒറീസ, ജർമ്മനി. ദുപ്പപ്രി, ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആസ്ഥാനങ്ങളൊക്കെയാണ്. ആസ്ഥാനം സെയിമാണ്. ഈ പറയുന്ന സംഗീത നാടക അക്കാദമി, അതേപോലെ ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെയൊക്കെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് മാറിപ്പോകാതെ ഓർത്ത് വെച്ചാൽ മതി. സംഗീത നാടക അക്കാദമി, അതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? ദി നാഷണൽ അക്കാഡമി ഓഫ് ഡാൻസ്, അതേപോലെ ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സംഗീത നാടക അക്കാദമിയുടെ ലക്ഷ്യം എന്താണ്? സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ദി നാഷണൽ അക്കാഡമി ഓഫ് ഡാൻസ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഇതിൻ്റെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. അതേപോലെ ലളിതകലാ അക്കാദമി, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലളിതകലാ അക്കാദമിയുടെ
ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ഇതിൻ്റെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സാഹിത്യ അക്കാദമിയോ? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ഇതിൻ്റെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തത് കൃതികൾ, എഴുത്തുകാർ, ഭാഷ. PSC നിരന്തരം ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് ഘോര ഗീതാഞ്ജലി ആരാണ് എഴുത്തുകാരൻ? രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഘോര ഗീതാഞ്ജലി എന്നീ 2 കൃതികൾ ഇത് എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഭാഷ ബംഗാളി ഭാഷയിലാണ്. ഘോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷ. അടുത്തത് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ എഴുതിയത് പ്രേംചന്ദാണ്. ഹിന്ദിയിലാണ്, ഹിന്ദി ഭാഷയിലാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ എഴുതിയതാരാണ്? പ്രേംചന്ദാണ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലാണ്. ഒന്നുകൂടെ, സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ എഴുതിയതാരാണ്? പ്രേംചന്ദാണ്. ഹിന്ദി ഭാഷയിലാണ്. അടുത്തത് പാഞ്ചാലി ശബദം, കിളിപ്പാട്ട്, കണ്ണമ്പാട്ട്, കുയിൽപ്പാട്ട്. ആ ഒരു ഓർഡറിലങ്ങ് പഠിച്ചാൽ മതി, ഒരു പാട്ട് പോലെ പഠിച്ചാൽ മതി. പാഞ്ചാലി ശബദം, കിളിപ്പാട്ട്, കണ്ണമ്പാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴ് ഭാഷയിലാണ് എഴുതിയത്. അടുത്തത് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എഴുതിയതാണ് അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. ഉറുദു ഭാഷയിലാണ് ഇദ്ദേഹം എഴുതിയത്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്, അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. ഉറുദു ഭാഷയിലാണ് എഴുതിയത്. അടുത്തത് നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് നിബന്ധമാല എഴുതിയത്. 2021 LDക്കൊക്കെ ചോദിച്ചിരുന്നു. മറാത്തി ഭാഷയിലാണ് ഇതെഴുതിയത്. നിബന്ധമാല മറാത്തി ഭാഷയിലാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ന എഴുത്തുകാരനാണ് ഇതെഴുതിയത്. പിന്നെ ഏതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ്റെ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ, മലയാളം അറിയാലോ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം. ഇത്രയും കാര്യങ്ങളാണ് കൃതികൾ, എഴുത്തുകാർ എന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് SCERT കൊടുത്തിട്ടുള്ളത് പഠിക്കാനുള്ളത്. അടുത്തത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരെയും കുറിച്ചാണ് അടുത്ത് നോക്കുന്നത്. പത്രങ്ങൾ. ഹിന്ദു, സ്വദേശി മിത്രം ആരാണ് എഴുതിയത്? G. സുബ്രഹ്മണ്യ അയ്യരാണ്. ഹിന്ദു, സ്വദേശി മിത്രം, G. സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു, സ്വദേശി മിത്രം, G. സുബ്രഹ്മണ്യ അയ്യരാണ്. അടുത്തത് അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് ഈ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അമൃത ബസാർ പത്രിക നേതാക്കൾ ആരാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷാണ്. അടുത്തത് ബോംബെ സമാചാർ. ബോംബെ സമാചാർ ആരാണ്? ഫർദൂർജി മസ്ബാനാണ്. ഫർദൂർജി മസ്ബാനാണ് ബോംബെ സമാചാർ നേതൃത്വം നൽകിയത്. ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഫർദൂർജി മസ്ബാനാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകനാണ്. ബംഗാളി പത്രം സുരേന്ദ്രനാഥ ബാനർജിയാണ്, മാറിപ്പോകരുത്. ബംഗാളി പത്രം ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. കേസരി മറാത്ത ആരാണ്? ബാലഗംഗാധര തിലകൻ. ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാനാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ
ദാദാബായി നവറോജിയാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസൻ്റാണ്, ആനി ബസൻ്റാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ, ആനി ബസൻ്റാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ എന്ന 2 പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്. യങ് ഇന്ത്യ ഹരിജൻ അറിയാലോ, മഹാത്മാഗാന്ധിജിയാണ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയാണ്. അൽ ഹിലാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എഴുതിയത് ലാലാ ലജ്പത് റായിയാണ്. നാഷൻ എന്ന് പറയുന്ന പത്രം എഴുതിയതാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാട്ടോ. എഴുതിയത് അറിയാണ്ട് പറഞ്ഞു പോവുകയാണ്. നാഷൻ എന്ന് പറയുന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഒന്നുകൂടെ വായിക്കാം. ഹിന്ദു സ്വദേശി മിത്രം, ഇത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തോളൂ. ഹിന്ദു സ്വദേശി മിത്രം എന്ന പത്രം എഴുതിയതാരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഹിന്ദു സ്വദേശി മിത്രം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അമൃത ബസാർ പത്രിക ആരാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക ആരാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ആരാണ്? ഫർദൂർജി മസ്ബാനാണ്. ബോംബെ സമാചാർ ആരാണ്? ഫർദൂർജി മസ്ബാനാണ്. കേസരി മറാത്ത തിലകൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ, തിലകൻ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, ബംഗാളി പത്രത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജിയാണ്. ഷോം പ്രകാശ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസൻ്റ്. ഷോം പ്രകാശ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നാഷൻ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ പത്രവുമായി ബന്ധപ്പെട്ട് SCRT കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് പഴശ്ശി കലാപങ്ങളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ മലബാറിലെ കോട്ടയം രാജകുടുംബം, അത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം. കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതാരാണ്? മലബാറിലെ കോട്ടയം രാജകുടുംബം, കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഓർക്കുക. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതാണ് മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, വയനാടിനു മേൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിക്കുകയും ചെയ്തു എന്നൊരു പോയിൻ്റ് PSC ചോദിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, പേരുകൾ ഓർക്കുക. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി കലാപം നടത്തി. ഈ പോരാട്ടത്തിൽ 1805 നവംബർ 30 അദ്ദേഹം മരിച്ചു. അങ്ങനെയാണ് SCRTയിൽ കൊടുത്തിട്ടുള്ള പഴശ്ശി കലാപങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, അതേപോലെ വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്തിലാണ് പഴശ്ശി കലാപം നടത്തിയത്. 1805 നവംബർ 30 പഴശ്ശി കാലമടഞ്ഞു. അടുത്തത് കേരള സിംഹം. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കൊട്ടിയൊട്ടി രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് നോവലിലെ പരാമർശം. അപ്പോൾ കേരള സിംഹം എന്ന് പറയുന്ന
നോവൽ എഴുതിയതാരാണ്? സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ നോവലാണ്. പഴശ്ശിരാജയുടെ മറ്റു 2 പേരുകളാണ് പൈച്ചിരാജ, അതേപോലെ കൊട്ടിയോട്ട് രാജ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നും SCERTയിലെ മുഴുവൻ കോളങ്ങളും ഈയൊരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ VFA, അതേപോലെ ബിവറേജ് LD, APO, ഡിഗ്രി ലെവൽ എക്സാംസ്, ഈ പരീക്ഷകൾ വരുന്നതിന് മുമ്പ് ഈ ചാനലിൽ മുഴുവൻ കാര്യങ്ങളും SCERTയുടെയും അതേപോലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ, സിലബസ് തന്നെ ഞാൻ മുഴുവൻ തീർക്കുന്നതാണ്. എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന, ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.